സുഹൃത്തുക്കളെ, കോസ്റ്റ് എഫക്റ്റീവ് ആയിക്കൊണ്ട് എങ്ങനെ ഒരു വീട് നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ നസീറുദ്ദീൻ, കെൻസ് എഞ്ചിനീയർസ് ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീട് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ഒരു മികച്ച പ്ലാൻ ഡിസൈൻ ചെയ്യുക എന്നതാണ്. പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആവശ്യമായ സ്ഥലങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് മികച്ചതാക്കുക എന്നതാണ്. മികച്ച ഡിസൈനിങ്ങിലൂടെ ഒരു 10 സ്ക്വയർ ഫീറ്റ് എങ്കിലും കുറക്കാൻ സാധിച്ചാൽ 20 മുതൽ 25,000 രൂപ വരെ ലാഭിക്കാൻ നമുക്ക് സാധിക്കും. അതിനാൽ അനാവശ്യ സ്ഥലങ്ങൾക്ക് ഇടം കൊടുക്കാതെയാവണം നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യേണ്ടത്. വീട്ടുകാരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടെ എഫക്റ്റീവായ ഒരു പ്ലാൻ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. പ്ലാൻ ഡിസ്കഷന് വേണ്ടി കുറച്ചധികം സമയം ചെലവഴിച്ചാൽ പോലും അത് നമുക്ക് നഷ്ടമാവില്ല. അടുത്തതായി മെറ്റീരിയൽ സെലക്ഷനാണ്. ഓരോ നാട്ടിലെയും ഭൂമിയുടെ ഘടനയും മെറ്റീരിയൽ അവൈലബിലിറ്റിയും നോക്കിയാണ് മെറ്റീരിയൽ സെലക്ട് ചെയ്യേണ്ടത്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഉദാഹരണത്തിന് മലബാർ ഏരിയകളിൽ ചെങ്കല്ല് സുലഭമായി ലഭിക്കുന്നു. എന്നാൽ തെക്ക് ഭാഗത്തേക്ക് പോകുന്തോറും അതിന് ഡിമാൻഡ് കൂടുന്നു. അതുമൂലം ചിലവും വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ നാച്ചുറൽ സാൻഡ് ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തും സുലഭമായി ലഭിക്കുന്നു. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലേബർ സെലക്ഷൻ ആണ്. ലേബേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ എക്സ്പേർട്ട് ആയവരെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വർക്ക് അവരെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവർ ചെയ്ത വർക്കുകൾ പോയി കാണുകയും അവരുടെ ക്ലയന്റുമായി സംസാരിച്ച് വിലയിരുത്തുകയും വേണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് വർക്ക് അഗ്രിമെന്റ്. വർക്ക് കാര്യക്ഷമമായി നടക്കുന്നതിനും ലേബേഴ്സുമായി ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇതൊരു പരിധിവരെ പരിഹാരമാകും. അടുത്തതായി സൂപ്പർവിഷൻ. കോസ്റ്റ് എഫക്റ്റീവായി ഒരു വീട് പണിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സൂപ്പർവിഷൻ. ഒരു സൂപ്പർവൈസറുടെ പ്രസൻസ് പിന്നീട് വരുന്ന അധിക ചെലവുകൾ കുറക്കാൻ സഹായകരമാകും. അളവുകളെല്ലാം ക്ലിയറായി ചെക്ക് ചെയ്ത് പ്ലാൻ ഡിസൈൻ ചെയ്ത പോലെ തന്നെയാണോ വർക്കുകൾ മുന്നോട്ട് പോകുന്നത് എന്ന് വിലയിരുത്തണം. അതുമൂലം പൊളിച്ച് മാറ്റി ചെയ്യേണ്ട അവസ്ഥ പിന്നീട് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ പ്രോപ്പറായി ഉപയോഗിക്കുന്നുണ്ടോ എന്നും ഒരു സൂപ്പർവൈസറുടെ സഹായത്തോടെ അറിയാൻ നമുക്ക് സാധിക്കും. കോസ്റ്റ് എഫക്റ്റീവ് ആയിക്കൊണ്ട് എങ്ങനെ വീട് നിർമ്മിക്കാം എന്നതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട 4 പോയിന്റുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.